മിസ്സേ, ഞാൻ ആലോചിക്കുമായിരുന്നേ, ഈ FIUGP വന്ന സമയത്ത് എങ്ങാനും ഡിഗ്രിക്ക് പഠിച്ചാൽ മതിയായിരുന്നു. എന്തോരം അവസരങ്ങളായി പിള്ളേർക്ക്. അത് ശരിയാ, എക്കണോമിക്സ് ഡിഗ്രി എടുത്ത കുട്ടികൾക്ക് എന്തോരം തൊഴിലവസരങ്ങളാണ് ഈ സമയത്തുള്ളത് അല്ലേ? നിങ്ങൾ കുറെ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമല്ലോ, എന്തുവാ ഡിസ്കസ് ചെയ്യുന്നത്? എടാ, ഞങ്ങൾ ഈ 4 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിൽ എക്കണോമിക്സ് ചൂസ് ചെയ്യുന്ന കുട്ടികളുടെ അവസരങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുമായിരുന്നു. അതിന് മാത്രം അവസരങ്ങൾ ഉണ്ടോ ഇപ്പൊ എക്കണോമിക്സ്? എക്കണോമിക്സിന് ഒത്തിരി അവസരമുണ്ട്. ഗവൺമെന്റ് സെക്ടർ നോക്കുവാണെങ്കിൽ IAS, IFS, IPS, അതുകൂടാതെ ഇന്ത്യൻ എക്കണോമിക് സർവീസിലും അവർക്ക് ഒത്തിരി തൊഴിലവസരങ്ങളുണ്ട്. ഇതുകൂടാതെ തന്നെ സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ധാരാളം അവസരമുണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കോട്ടയത്തെ BCM കോളേജിലാണെങ്കിൽ ലീഡ് IAS അക്കാഡമി നടത്തുന്ന സിവിൽ സർവീസ് കോച്ചിങ് ഉണ്ട്. അത് കുട്ടികൾക്ക് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി അതുകൂടാതെ അക്കാഡമിക് സെക്ടർ നോക്കുവാണെങ്കിൽ അസിസ്റ്റന്റ് പ്രൊഫസേഴ്സ് ആകാം, റിസർച്ച് ഫെലോ ആകാം, അങ്ങനെ തൊഴിലവസരങ്ങൾ അനവധിയാണ്. ഇനി കൂടാതെ ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ നോക്കുവാണെങ്കിൽ IMFലും വേൾഡ് ബാങ്കിലും എക്കണോമിക്സുകാർക്ക് അവസരമുണ്ട്. NGO ആയിട്ടൊക്കെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യാൻ ധാരാളം അവസരം ഉണ്ട്. ഇപ്പം നമ്മൾ കോർപ്പറേറ്റ് സെക്ടർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി അവസരങ്ങളാണ് കുട്ടികൾക്കുള്ളത്. KPMG, ഡെലോയിറ്റ്, EY തുടങ്ങിയ കമ്പനീസിലൊക്കെ എക്കണോമിക്സ് കുട്ടികൾക്കായി ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ എക്കണോമിക്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് എന്നുള്ള പേരിൽ ഒരു പ്രോഗ്രാം തന്നെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അവിടെ UPSC ആയിക്കൊള്ളട്ടെ, ഇന്ത്യൻ എക്കണോമിക് സർവീസ്, RBI, ഗ്രേഡ് B, ഇതിനൊക്കെയുള്ള എല്ലാ സിലബസും കൂടെ ഉൾക്കൊള്ളിച്ചുകൊണ്ടിട്ടാണ് ഈ പ്രോഗ്രാം ഞങ്ങൾ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇപ്പം CAക്ക് പഠിക്കുന്ന കുട്ടികൾക്ക് എക്കണോമിക്സ് ഓപ്ഷനിലായിട്ട് അവർക്ക് പഠിക്കാനുണ്ട്. അതിന്റെ സിലബസും കൂടെ നമ്മൾ ഇതിലേക്ക് ഇൻകോപ്പറേറ്റ് ചെയ്യുന്നു. അങ്ങനെ മൊത്തത്തിൽ കുട്ടികൾക്ക് ഏതൊരു എക്സാം ക്രാക്ക് ചെയ്യണോ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫുൾ പാക്കേജ് ആയിട്ടാണ് എക്കണോമിക്സ് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻസ് നമ്മൾ കൊടുക്കുന്നത്. വിജ്ഞാൻ കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. വിജ്ഞാൻ എന്ന് പറഞ്ഞാല് നമ്മുടെ കോളേജിലെ സ്റ്റുഡൻസിന് വേണ്ടിയിട്ട് എല്ലാ മാസവും ജനറൽ നോളജിനെ ബേസ് ചെയ്തിട്ട് നടത്തുന്ന ക്വിസ് കോമ്പറ്റീഷൻ ആണ്. ഗവൺമെന്റ് സർവീസിലെ എക്സാംസ് ക്രാക്ക് ചെയ്യാൻ കുട്ടികൾ അത് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ ലേണിംഗ് എക്കണോമിക്സ് വയ ന്യൂ സ്പേസ് ലെൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം പ്രസന്റേഷൻ സ്കിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി സ്റ്റുഡൻസിനെ സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ പൈത്തൺ, അതുപോലെ തന്നെ എക്സൽ, അഡ്വാൻസ്ഡ് എക്സൽ, ഇതെല്ലാം നമ്മുടെ സിലബസിൽ നമ്മൾ ഇൻകോപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടാതെ നമ്മുടെ സ്പെഷ്യലൈസേഷൻ ആയിട്ട് നമുക്കിവിടെ ഡാറ്റ അനലിറ്റിക്സും ടൂറിസം സ്റ്റഡീസുമാണ് നമ്മളിവിടെ ഓഫർ ചെയ്യുന്നത്. ഇനി ഇതൊന്നും വേണ്ട, ഇവർക്കൊരു രാഷ്ട്രീയം, ഒരു പബ്ലിക് പോളിസി ഡിസൈനിങ്ങിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അതിനവരെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു ലൈവ് ലാബ് നമുക്കുണ്ട്, നമ്മുടെ iNudge ലൈവ് ലാബ്. അവിടെ കുട്ടികൾ എന്താണെന്ന് വെച്ചാൽ സമൂഹത്തിലേക്ക് ഇറങ്ങി അവിടുത്തെ പ്രശ്നങ്ങളൊക്കെ തിരിച്ചറിഞ്ഞ് ആ ഒരു പ്രശ്നത്തിന്റെ പരിഹാരം അവർ തന്നെ കണ്ടെത്തും. എന്നിട്ട് അതൊരു പബ്ലിക് പോളിസി ഫോർമുലേറ്റ് ചെയ്ത് ഗവൺമെന്റ് അതോറിറ്റീസ്, മേ ബി കളക്ടറേറ്റിലോ അല്ലെങ്കിൽ മന്ത്രിമാർക്കൊക്കെ സബ്മിറ്റ് ചെയ്യും. അങ്ങനെ നമ്മുടെ കുട്ടികൾ തന്നെ ഐഡിയാസ് ജനറേറ്റ് ചെയ്യുകയും അത് സബ്മിറ്റ് ചെയ്യുകയും ചെയ്യുന്ന അവരെ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആൾക്കാരാക്കി മാറ്റുക, സാമൂഹ്യ പ്രതിബദ്ധതയുള്ള സിറ്റിസൺസ് ആക്കി മാറ്റാനുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് നമ്മൾ എക്കണോമിക്സ് ചൂസ് ചെയ്യുന്നത്. ഇപ്പോൾ FIUGP പെർവ്യൂവിൽ കോട്ടയം BCM കോളേജിൽ എക്കണോമിക്സ് ചൂസ് ചെയ്യുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് ഇവിടുന്ന് പുറത്തു പോകുമ്പോൾ അവൾ സൂപ്പർ ആയിരിക്കും. അത്രയ്ക്കും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. അതിൽ ഞങ്ങൾ കോൺഫിഡൻ്റ് ആണ്, അല്ലേ?